മനുഷ്യന്റെ കുഞ്ഞ് ജനിക്കുമ്പോൾ ഓൾമോസ്റ്റ് യൂസ്ലെസ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു സീബ്ര കുഞ്ഞിനെ നോക്കൂ. ജനിച്ച് 2 മിനിറ്റ് കഴിഞ്ഞാൽ അത് നിൽക്കും, 2 മണിക്കൂർ കഴിഞ്ഞാൽ അത് ഓടും, ഒരു ദിവസം കഴിഞ്ഞാൽ സിംഹത്തിൽ നിന്ന് പോലും ഓടി രക്ഷപ്പെടും. പക്ഷേ മനുഷ്യ കുഞ്ഞോ 3 മാസം കഴിഞ്ഞാലും സ്വന്തം തല പോലും ഉയർത്തിപ്പിടിക്കാനാവില്ല. 1 വർഷം എടുക്കും നടക്കാൻ പഠിക്കാൻ. നമ്മൾ കാട്ടിലായിരുന്നുവെങ്കിൽ 2 ദിവസം പോലും ജീവനോടെ ഇരിക്കുമായിരുന്നില്ല. സത്യത്തിൽ നമ്മൾ ഇൻകംപ്ലീറ്റ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് അറിയാമോ? ഇതൊരു ബഗ്ഗല്ല, ഇതൊരു ഹാക്കാണ്. മനുഷ്യർക്കാണ് ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ ബ്രെയിൻ ഉള്ളത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ബ്രെയിൻ വലുതാകുമ്പോൾ ഹെഡും വലുതാകും. ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഫുൾ ഡെവലപ്പായിട്ടാണെങ്കിൽ ഡെലിവറി പോലും അസാധ്യമാണ്. അതുകൊണ്ടാണ് എവല്യൂഷൻ പറഞ്ഞത് ഇപ്പോൾ പുറത്തിറക്കൂ, പിന്നെ അപ്ഡേറ്റ് ചെയ്യാമെന്ന്. മനുഷ്യക്കുഞ്ഞ് ഹെൽപ്ലെസ് ആയതുകൊണ്ട് അതിനൊറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. അമ്മ പാല് കൊടുത്തു, അച്ഛൻ വേട്ടയാടി ഭക്ഷണം കൊടുത്തു, ഗ്രാൻഡ് പേരൻസ് കുഞ്ഞിനെ നോക്കി. ഒരാൾ മാത്രമല്ല, എല്ലാവരും കൂടെ ചേർന്നാണ് ഒരു കുഞ്ഞിനെ വളർത്തിയത്. ഇതാണ് ഗ്രാജുവലി ട്രൈബ്സ് ആയത്, പിന്നെ വില്ലേജസ്, പിന്നെ സിറ്റീസ് ആയി മാറി. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഹെൽപ്ലെസ് ബേബീസ് തന്നെയാണ് സിവിലൈസേഷൻ ഉണ്ടാക്കിയത്. ആനിമൽസ് പ്രീ ഇൻസ്റ്റോൾഡ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ജനിക്കുന്നത്. ഒരു മാനിനെ നോക്കൂ, അത് ജനിക്കുമ്പോൾ തന്നെ ഓടും. പക്ഷേ അതിന് കോഡിംഗ് പഠിക്കാനോ പിയാനോ പഠിക്കാനോ സാധിക്കില്ല. ഒരു മനുഷ്യന് അത് സാധിക്കും. കാരണം ഒരു മനുഷ്യൻ ജനിച്ചത് ഒരു ബ്ലാങ്ക് ഹാർഡ് ഡ്രൈവുമായിട്ടാണ്. ആർട്ടിക്കിൾ ജനിച്ചാൽ സമുദ്രജീവികളെ വേട്ടയാടാൻ പഠിക്കും. ഇന്നത്തെ ലോകത്ത് ജനിച്ചാൽ ഐപാഡ് ഉപയോഗിക്കാനും പഠിക്കും. നാം എയർലി സ്പീഡ് സാക്രിഫൈസ് ചെയ്തത് അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ നേടാൻ വേണ്ടിയാണ്. നമ്മൾ ജനിക്കുമ്പോഴേ സ്ട്രോങ് ആയിരുന്നില്ല. അന്നത്തെ കാലത്ത് നമ്മളും മറ്റുള്ള മൃഗങ്ങളെ പോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഇരയാകുമായിരുന്നു. പക്ഷെ പിന്നീട് നാം തീ കണ്ടുപിടിച്ചു, കുന്തം ഉപയോഗിക്കാൻ തുടങ്ങി, ബുദ്ധി ഉപയോഗിച്ച് കൂട്ടായി പ്രവർത്തിച്ചു. ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ ഫുഡ് ചെയിനിൽ മുകളിലെത്തിയത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ലക്ഷറി കിട്ടിയതും ഹെൽപ്ലെസ് ആയ കുഞ്ഞുങ്ങൾ ഉണ്ടായാലും ജീവിച്ച് നിലനിൽക്കാൻ സാധിക്കുന്നത്. അതിനാൽ നെക്സ്റ്റ് ടൈമിൽ ഒരു കുഞ്ഞൊന്നും ചെയ്യാതെ കിടക്കുന്നത് കണ്ടാൽ അത് ലേസി അല്ലെന്നും അത് ഈ ലോകം മുഴുവൻ ഡൗൺലോഡ് ചെയ്യുകയാണെന്നും മനസ്സിലാക്കുക. നിങ്ങൾ നടക്കാൻ പഠിച്ചത് എത്ര വയസ്സിലായിരുന്നു? ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.